എന്നാ ഞാൻ തുടങ്ങിക്കോട്ടെ. ഞാൻ എന്റെ വീട്ടില് വീണ്ടും നിങ്ങളോ താഴത്തെ നിലയിൽ നിന്ന് റോക്കറ്റ് സയൻസ് പഠിക്കുകയാണ്. റോക്കറ്റ് സയൻസ് പഠിക്കുകയാണ്. റോക്കറ്റാ ഇവനൊക്കെ അതൊക്കെ തന്നെ. റോക്കറ്റ് സയൻസ് പഠിക്കുകയാണ്. നാല് പൂത്തിരിയും കത്തിച്ച് വാണാൻ വിട്ടിട്ട് മേലെ പോരാണ്ട് കളി കളിക്കുക. പ്രാക്ടിക്കൽ തിയറി ആയിട്ട്. രഘുവാതിലിൽ മുട്ടി മുകളിൽ പെരേര പ്രാക്ടിക്കൽ ആക്കുക. ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശം? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. മുകളിൽ പെരേര പ്രാക്ടിക്കൽ ആക്കുക. ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് പട്ടം പറപ്പിക്കാൻ പറ്റിയ പ്രായല്ലേ? അതേതായാലും നന്നായി. കുറച്ച് ദിവസമെങ്കിലും അടങ്ങിക്കിടക്കുമല്ലോ. ഞാൻ റോക്കറ്റ് സയൻസ് പഠിക്കുന്നു തിയറിറ്റിക്കലി. മുകളിൽ പെരേര പ്രാക്ടിക്കലായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നീ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞനാ? അയ്യോ ഞാനോ? മനസ്സാ വാചാ കർമ്മണ. മുകളിൽ പെരേര പ്രാക്ടിക്കലായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ ഞാൻ നിരപരാധിയാണല്ലോ. സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. അപ്പോ ജനപ്രിയ സോഷ്യൽ മീഡിയ റിവ്യൂ താരമാണ് ഞാൻ. ഹലോ. എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. കടി മാറുന്നില്ല, കടി മാറുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു കാര്യം ചെയ്യാം. പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. അവിടെ ചൊറിഞ്ഞോണ്ടിരിക്കും, അവിടെ ചൊറിഞ്ഞോണ്ടിരിക്കും. അപ്പൊ കടി മാറും കേട്ടോ. നാഗാദേവി എന്തോ പൊങ്ങുന്ന പോലെ തോന്നുന്നു. അതിന് പൊങ്ങി വരാനൊന്നുമില്ലല്ലോ. എന്താന്നറിയില്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ. പൊങ്ങുന്നതെല്ലാം പൊങ്ങിക്കോട്ടെ കേട്ടോ, താഴ്ത്താൻ നിക്കണ്ട. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ഇത് താഴുമല്ലോ, പൊങ്ങുമല്ലോ. എന്തോന്നടാ ഇതൊക്കെ? പൊങ്ങിക്കോട്ടെ. പുള്ളി ഹാപ്പിയായി. ഗുരു നാഗാദേവി കീഴ്വായു ശല്യം എങ്ങനെ കുറയ്ക്കും? യോഗാസനം ചെയ്താ ഗ്യാസ് പോവുമേ. എന്റെ പൊന്നുമയിലെ, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ? ഇവിടെ പെൺപിള്ളേർക്ക് പെണ്ണാലോചിക്കുന്ന സമയത്ത്, പെൺപിള്ളേർക്ക് പെണ്ണാലോചിക്കുന്ന സമയത്ത് ഏർപ്പാട് പെൺപിള്ളേർക്കല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ആണിന് പെണ്ണ്, ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ നുണ പറയുന്നതായിരിക്കും. ആണിന് പെണ്ണ് ആലോചിക്കുന്ന സമയത്ത് ഒന്ന് പിടിച്ചു നോക്കാം, വല്ലതും തടയുന്നെങ്കിലോ. ആണിന് പെണ്ണ് ആലോചിക്കുന്ന സമയത്ത് ഒരുവിധ കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിൽ എനിക്ക് കൂടി കൊടുത്തരും. നീ നിന്റെ കൊതവും കൊണ്ട് ഇങ്ങോട്ട് വരാതെ ഇറങ്ങിപ്പോ. ഞാൻ മോണ്ണനാന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഐഡിയ അല്ല എനിക്ക് മനസ്സിലായി. ഞാൻ ഒറ്റപ്പാടാക്കൂലെന്ന് വിചാരിച്ചിട്ടല്ലേ. ഓടുവായില്ലേ? എനിക്ക് ഇത്ര ഈ മയിലുകളൊക്കെ ഇവിടുന്ന് കയറി വരുന്നു. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. നല്ലൊരു ചടങ്ങിന്റെ ഇടയ്ക്ക് കീഴ്വായു കൊണ്ടുപോകുന്നത് വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നിന്നെ ഇനി ഏതെങ്കിലും പെണ്ണ് വന്ന് ഇനി നോക്കുവോ? പോകാൻ പറഞ്ഞ വേല ഞാൻ പൊയ്ക്കോളാം. അത് ഈ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയണ്ട. എപ്പോഴും നിന്റെ കൊതവും തുറന്നു വെച്ചോണ്ട് കിടക്കുവാന്ന് അറിഞ്ഞോണ്ട് ആ പെൺപിള്ളേര് വരുന്ന പെൺപിള്ളേര് ഇറങ്ങി ഓടും. അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. എന്നാലിക്ക് എന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാളി. അപ്പൊ പിന്നെ കാണാം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ